ഒരു രോഗിക്ക് കേൾവിക്കുറവുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് എന്തൊക്കെയായിരിക്കും? കൂടാതെ ശരിയായത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? കേൾവിക്കുറവ് നമ്മൾ ഫുൾ കണ്ടെത്തുന്നത് ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ ടെസ്റ്റിംഗ് കഴിയുമ്പോഴാണ്. ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ ടെസ്റ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് എത്ര ശതമാനം കേൾവിക്കുറവുണ്ട്, ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് ചൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഹൈൻഡ് ദി ഇയർ ഹിയറിംഗ് എയ്ഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് റിസീവർ ഇൻ ദ കനാൽ, റിസീവർ നമ്മുടെ ചെവിയുടെ കനാലിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് റിസീവർ ഇൻ ദ കനാൽ മോഡൽ ഹിയറിംഗ് എയ്ഡ്. പിന്നെ ഉള്ളത് കംപ്ലീറ്റ്ലി ഇൻ ദി കനാൽ, CIC എന്ന് പറയും. ഇപ്പോൾ മറ്റുള്ളവർ കാണും എന്നൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനത്തെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആരും അറിയത്തില്ല. ഇതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. ഓരോരുത്തർക്കും ചെവിക്ക് എന്ന് പറയുമ്പോൾ ഓരോ സൈസ് ആയിരിക്കും. ചെവിയുടെ അച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഇംപ്രഷൻ എടുത്തിട്ടാണ് ഈ ഹിയറിംഗ് എയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്ന പോലുമില്ല, ചെവിയുടെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഏത് നമുക്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആദ്യം എത്ര ശതമാനം കേൾവിക്കുറവുണ്ട് എന്നുള്ളത് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഓഡിയോളജിസ്റ്റ് പറയും, നമ്മൾ ഇതുപോലത്തെ ഓരോ ഓപ്ഷൻസ് പറയും, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അതിൽ ഏത് എന്നുള്ളത് ഇപ്പം പേഷ്യൻസിന് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് പേഷ്യൻസിന് ചൂസ് ചെയ്യാം.